ശബരിമലയിൽ ദിവസവും അന്നദാനമായി സദ്യ കൊടുക്കാനുള്ള മുൻ തീരുമാനം പിൻവലിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം പായസവും പപ്പടവും ഉൾപ്പെടെ നൽകാനാണ് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിച്ചു. ശബരിമലയിൽ കഴിഞ്ഞ 2-ാം തീയതി മുതൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ എങ്ങനെ നൽകുമെന്നതിലെ ആശയക്കുഴപ്പം പിന്നീട് പോരിലേക്ക് എത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഇക്കാര്യത്തിൽ കടുത്ത പോരിലേക്ക് നീങ്ങിയിരുന്നു. ഇതോടെ 2-ാം തീയതി അന്നദാനം നൽകാമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രഖ്യാപനം നടപ്പായില്ല. ശേഷം ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത ശേഷം തീരുമാനം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ കൊടുക്കാമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പായസവും പപ്പടവും നൽകും. എന്നാൽ എന്നു മുതൽ സദ്യ കൊടുക്കുമെന്നതിൽ തീരുമാനമായിട്ടില്ല. എല്ലാ ദിവസവും എന്നുള്ളതൊന്ന് മാറി ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ളതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ. കാരണം മറ്റത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മാത്രമല്ല അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് നിലനിർത്തുന്നു. പക്ഷേ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ എന്നുള്ള തീരുമാനം എടുത്തു. അത് വിഭവങ്ങൾ വരെ എല്ലാം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതോടെ ശബരിമലയിൽ ഇതിനു മുമ്പ് ചോറ് കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടാതെ ഇപ്പോൾ പായസവും പപ്പടവും മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. അതിനുള്ള ക്രമീകരണങ്ങളായി. നേരത്തെ തന്നെ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ആ റേറ്റ് തന്നെയാണ് വാങ്ങിക്കുന്നതുകൊണ്ട് വേറെ നിയമപ്രശ്നങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ബോർഡ് അത് അംഗീകരിച്ചിരിക്കുകയാണ്. എൻ്റെ മുതലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമായി. ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞ് തെറ്റിപ്പോയല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ബോർഡിൽ തീരുമാനമെടുത്ത് അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ജോലിക്കാരെ കിട്ടാനുണ്ട്, ഇത്തിരി പാത്രങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ 1-2 ക്രമീകരണം എത്രയും പെട്ടെന്ന് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് വേണം അതേ ദിവസം വൈകില്ല. മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും തമ്മിലുള്ള തർക്കം അന്നദാന സദ്യയിൽ അവസാനം സമവായത്തിലേക്ക് എത്തി. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയാണ് സദ്യ വിളമ്പുക. സ്റ്റീൽ ഗ്ലാസും പ്ലേറ്റുമാണ് ഇതിനായി ഉപയോഗിക്കുകയെന്നാണ് സൂചന. ജനം, തിരുവനന്തപുരം.